ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വാല ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഏതാനും ചില എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളായിട്ട് ചർച്ച ചെയ്തത്. നമ്മുടെ മക്കൾക്കൊക്കെ നല്ലൊരു അധ്യയന വർഷം ആരംഭിക്കാനും പഠന രംഗത്ത് കൂടുതൽ നന്നായി മുന്നേറാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് സാധാരണയായി കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മക്കളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വാട്ട് ഈസ് യുവർ അംബീഷൻ, എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല ഏതാണ്, ഏതൊരു മേഖലയിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം കുട്ടികളും അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യമായി നമ്മളോടൊക്കെ പറയാറുള്ളത് എനിക്കൊരു ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, ഒരു സയൻറ്റിസ്റ്റ് ആവണം, ഒരു പ്രൊഫസർ ആവണം, ഒരു അധ്യാപകനാവണം, അതല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് രംഗത്തേക്ക് എത്തിച്ചേരണം. ഇതുപോലെയുള്ള മേഖലകളൊക്കെ ആയിരുന്നു എണ്ണിയിരുന്നതെങ്കിൽ ഇക്കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ അവർ ഭൂരിഭാഗം ആളുകളും പറയാറുള്ളത്, പ്രത്യേകിച്ച് ആൺകുട്ടികൾ പറയാറുള്ളത്, ഞങ്ങൾക്കൊരു ബിസിനസ് മാൻ ആവണം, അല്ലെങ്കിൽ ഒരു സ്വയം സംരംഭം എന്തെങ്കിലുമൊക്കെ ആരംഭിക്കണം എന്ന രൂപത്തിലാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് പലപ്പോഴും നമ്മളൊക്കെ ചർച്ച ചെയ്യാറുള്ള ഒരു മേഖലയാണ് ബിസിനസ് എന്ന് പറയുന്നത്, കച്ചവട രംഗം എന്ന് പറയുന്നത്. അപ്പോൾ കച്ചവട രംഗത്തുള്ള ആളുകളുടെ കുടുംബജീവിതത്തിനെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്, ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ഉപയോഗപ്പെടുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇന്നും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്ന ബഹുമാനനായ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും സാർ. നമ്മൾക്ക് പറയാറുള്ളത് ബിസി മാൻ ഈസ് ദ ബിസിനസ് മാൻ എന്നതാണ്. അപ്പോൾ വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതം, പലപ്പോഴും ആ ജീവിതത്തിനിടയിൽ തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നല്ലൊരു മേഖലയിലെ നല്ലൊരു സന്ദർഭം ഒരുക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെടാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ടോക്കിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിസിനസ് രംഗത്തുള്ള ആളുകളുടെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി അവരുടെ ജീവിത നിലവാരം ഒന്ന് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയായാൽ ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാ. വളരെ റെലവൻ്റായ പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബിസിനസ്സുകാരുടെ കുടുംബ ജീവിതം. ബിസിനസ്സുകാരാണ് ഇന്ന് ലോകത്ത് കൂടുതലുള്ളത്. കാരണം എല്ലാം ബിസിനസ്സായിക്കൊണ്ട് മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഓൺലൈൻ മോഡിൽ ഓരോ വീട്ടമ്മയും അല്ലെങ്കിൽ കുടുംബിനിയും ഇന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബിസിനസ്സുകാരുടെ കുടുംബ ജീവിത കാര്യക്ഷമതയാണ് ഇന്ന് നമ്മൾ സ്നേഹക്കൂടിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ കുടുംബ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനം കുടുംബം തന്നെയാണ്. കുടുംബം എന്ന യൂണിറ്റ്, ആ കുടുംബം മെച്ചപ്പെടുത്താനും അവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് തന്നെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിർവചിക്കേണ്ടത് നമുക്ക് ഏറ്റവും പ്രധാനം കുടുംബമാണോ ബിസിനസ്സാണോ? ചില ആളുകളുടെ നടപ്പും അവരുടെ ശൈലിയൊക്കെ കണ്ടാൽ നമുക്ക് തോന്നിപ്പോവും അവരുടെ ജീവിതം തന്നെ അവർ ഹോമിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും സമയം അവർ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ തങ്ങളുടെ കുടുംബത്തെയും ബിസിനസ്സിനെയും ഒരേ രൂപത്തിൽ മോണിറ്റർ ചെയ്യാനും അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനും സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ബിസിനസ് നല്ല രൂപത്തിൽ കൊണ്ട് നടക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന പരിശീലനങ്ങളും ആസൂത്രണങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ആവശ്യമാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റായ കുടുംബത്തെ കാര്യക്ഷമതയിലേക്ക് എത്തിക്കണമെങ്കിൽ വളരെ ക്വാളിറ്റിയുള്ള സമയം, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമുള്ള സമയം, ആ മൂല്യമുള്ള സമയം കുടുംബത്തോടൊപ്പം ബിസിനസ്സുകാർക്ക് ചിലവഴിക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതിർവരമ്പുകൾ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കുടുംബത്തിന് വേണ്ടി ക്വാളിറ്റിയുള്ള സമയത്തെ നീക്കി വെക്കാനുള്ള അതിർവരമ്പുകൾ സൃഷ്ടിക്കപ്പെടണം. എല്ലാ സമയവും ബിസിനസ് ചർച്ച അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ
അതായത് ഈ കുടുംബനാഥൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളുടെ കൂടെ, ഭാര്യയുടെ കൂടെ, ഉപ്പയുടെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ ആ സമയത്തെ മറ്റ് ബിസിനസ് ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പരിഹാരമാണ്. അപ്പോൾ സാധാരണ കൗൺസിലിങ്ങിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേസ്, വീട്ടിലെത്തിയാലും മൂപ്പർക്കൊരു ഒഴിവില്ല. ഇവിടെയും വന്നിട്ടുണ്ടെങ്കിൽ ഫോൺ തന്നെയാണ്. ആ ഫോണൊന്ന് നിലത്ത് വെക്കില്ല. മക്കളെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് കേൾക്കാൻ നേരമില്ല. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് ഏകദേശം തോറ്റ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് യഥാർത്ഥത്തിൽ അയാൾ നിർവഹിക്കുന്നത്. പക്ഷേ അത് വൺ സൈഡഡ് ആണ്. ഫാമിലിയിലെത്തുമ്പോൾ ഒരു പെണ്ണിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക് ഏറ്റവും വാല്യുബിളായ മൂല്യമുള്ള വ്യക്തി ആ കുടുംബനാഥനാണ്. അപ്പോൾ അയാൾ കേൾക്കുകയും സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ ഈ ആവശ്യം നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി അവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ, അവരെ തുറന്ന് കേൾക്കാൻ, അതിനുള്ള ഒരു ക്ഷമ കുടുംബനാഥൻ ഉണ്ടാവുക എന്നുള്ളതും, ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ടാണ് എൻ്റെ കുടുംബജീവിതം, എൻ്റെ ബിസിനസ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു അവെയർനെസ് അല്ലെങ്കിൽ ആ ഒരു അവബോധമാണ് ഓരോ ബിസിനസ്സുകാരനും വേണ്ടത്. രാവിലെ നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി വളരെ ലേറ്റായിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി മക്കളൊക്കെ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന സമയം അവരുമായി യാതൊരു ബന്ധവും കീപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ജീവിതത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരോടാണ് പ്രത്യേകിച്ച് ഈ കാര്യം ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പറയുമ്പോൾ എനിക്ക് പല കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അഥവാ ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ആദ്യം നമ്മൾ നിർവചിക്കേണ്ടത് കുടുംബത്തിനാണോ പ്രിയോറിറ്റി, അതല്ല തൻ്റെ ബിസിനസ്സിനാണോ എന്നാണ്. പലപ്പോഴും ഒരു ബിസിനസ് ആരംഭിക്കുന്നത് തൻ്റെ കുടുംബത്തിൻ്റെ നിലവാരവും കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുകയും സമ്പാദിക്കുകയും അത് ചെലവഴിക്കുകയും ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ അത് അല്പം പച്ച പിടിക്കുമ്പോഴേക്കും കുടുംബത്തിനെ ഒരു നിലക്കും പരിഗണിക്കാതെ ഫുൾ ടൈം അതിരാവിലെ നേരത്തെ പുറപ്പെട്ട് രാത്രി ഏറെ വൈകി തിരിച്ചു വരികയും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും അല്ലെങ്കിൽ സ്വന്തമുള്ള ആളുകൾക്കും ഒരു ടൈം കൊടുക്കാതെ ഉള്ളൊരു ജീവിതം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പാച്ചിലായിട്ട് പലപ്പോഴും പല ബിസിനസ്സുകാരും മാറുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. അവിടെ ഒരു തിരുത്തൽ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് സമ്പാദിക്കുന്നത് എങ്കിൽ അവർക്കൊരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ക്വാളിറ്റി ടൈം അത് കേൾക്കാൻ, അത് പലപ്പോഴും പരാതിപ്പെടുന്നത് വീട്ടിൽ വന്നാലും ആ കട ഇങ്ങോട്ട് കൊണ്ടുവന്നു, കട ഫിസിക്കലി ഇല്ല, പക്ഷേ അത് ഓൺലൈനിലാണ് കൊണ്ടുവന്നതെന്നാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞാലും അതിൽ തന്നെ ബിസിയാകുന്ന ആളുകളാണ്. അപ്പോൾ അവിടെയും ഒരു തിരുത്തൽ നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയുള്ളൊരു നിർദ്ദേശം തന്നതിന് സർ. അടുത്ത ഇതുപോലൊരു നിർദ്ദേശത്തിന്, അതായത് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും ആഗ്രഹിക്കുന്നത് ആ ഉപ്പയെ വീട്ടിൽ കിട്ടാനാണല്ലോ. അപ്പോൾ ഉപ്പയോട് വളരെ ഹൃദ്യമായി ആ ഒരു ഇൻറ്റിമേറ്റ് റാപ്പോ ബിൽഡപ്പ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാൻ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് എന്തു വേണം? ആ ഒരു ബാരിയർ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം, ബിസിനസ് എന്ന തടസ്സം, അല്ലെങ്കിൽ ഇയാളുടെ മനസ്സിൽ മുഴുവൻ കണക്ക് കൂട്ടലുകളാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ കൊടുക്കേണ്ട കാര്യമാണ് ആ വീട്ടിലുള്ള ചർച്ചയിലും പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കൾക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു സമയം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ബിസിനസ്സിലുള്ള കാര്യങ്ങൾ ബിസിനസ്സിൻ്റെ ഫീൽഡിൽ, ഷോപ്പിൽ, അല്ലെങ്കിൽ അതിൻ്റേതായ സമയം അതിന് നിശ്ചയിക്കുക. വീട്ടിലെത്തുന്ന സമയത്ത് മൊബൈൽ ഫ്രീ സോൺ എന്നൊക്കെ പറയുന്നത് പോലെ ബിസിനസ്സിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒരവസ്ഥ ആ വീട്ടിൽ ആ ഒരു രക്ഷിതാവ് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ പോയിൻ്റ് എനിക്ക് തോന്നിയത് കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ലേ? അപ്പോൾ ഇത് അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വലുതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ്സുകാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പലരും വിഷമത്തിലാണ്, നിരാശയിലാണ്. അവരുടെ ബിസിനസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഭീമമായ സംഖ്യ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും.
ആ സംഖ്യ ഇൻവെസ്റ്റ് ചെയ്തതോടുകൂടി ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അത് നഷ്ടമാവാതിരിക്കാനും ആ ബിസിനസ് പച്ച പിടിക്കാനും ആവശ്യമായിട്ടുള്ള ആസൂത്രണങ്ങളും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും അയാൾ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുക. അതായത് ബിസിനസ് ഫേമിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാലും തൻ്റെ ബിസിനസ് തകർന്നു പോകുമോ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി ഇയാളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പരിഹാരം അലാ ബിദിക്രില്ലാ തത്മഇനുൽ ഖുലൂബ് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ബിസിനസ്സല്ല ഏത് കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതും ഭംഗിയായി നടത്തിത്തരുന്നതും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്ന ലാഭങ്ങളും നഷ്ടങ്ങളും അള്ളാഹു നൽകുന്നതാണ് എന്നുള്ള ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു തവക്കുൽ അയാളുടെ മനസ്സിന് നൽകുന്ന ആ ഒരു ശാന്തത, മനസ്സമാധാനം വളരെ വലുതാണ്. അതുകൊണ്ട് പൈശാചികമായിട്ടുള്ള ഇടപെടൽ വീട്ടിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൊല്യൂഷൻ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളത് വലിയ സൊല്യൂഷനാണ്. കാരണം അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടാത്ത ഉത്കണ്ഠകളും വേണ്ടാത്ത ചിന്തകളും ഒക്കെ ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ അവനും സംഘവും നടത്തും. അപ്പോൾ എൻ്റെ എല്ലാ സംരംഭങ്ങളും ഞാൻ നടത്തുന്നത് വീട്ടിൽ സമാധാനമുള്ള ഒരു ജീവിതം നയിക്കാനാണ്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ അത് നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണല്ലോ. അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുകയും വേണം. അതായത് ഞാൻ എൻ്റെ ബിസിനസ്സിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ത് എന്ന് മക്കളറിയണം, എൻ്റെ ഭാര്യ അറിയണം. അത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഭാര്യയ്ക്കത് ഉൾക്കൊള്ളാൻ സാധിക്കണം. പലപ്പോഴും ഭർത്താക്കന്മാർ ഇത്തരം കാര്യങ്ങൾ ഭാര്യമാരോട് തുറന്ന് പറയാതിരിക്കാനുള്ള കാരണം എന്താ? എന്തെങ്കിലും ഒരു കാര്യം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് അന്നേ പറഞ്ഞിന് അത് തുടങ്ങണ്ടെന്ന്. ഇപ്പം എന്തായി അല്ലേ? ഈ രൂപത്തിൽ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്ന ഭാര്യമാരോട് പല ഭർത്താക്കന്മാരും ആ ബിസിനസ്സിലെ നിജസ്ഥിതി പങ്കുവെക്കില്ല. ഇത് സ്ത്രീകൾ ഭാര്യമാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു സപ്പോർട്ടീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളത് ഭാര്യമാരിൽ നിന്ന് ഭർത്താക്കന്മാർ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ അദ്ദേഹം കൗൺസിലിങ്ങിന് വേണ്ടി വരികയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3-4 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഗൾഫിൽ എൻ്റെ ബിസിനസ്സിൽ നടത്തി. കോവിഡിൻ്റെ ആ സമയത്താണ് ഈ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞാൻ കടന്നു പോകുന്ന ഘട്ടത്തിൽ എൻ്റെ ഭാര്യ എന്നെ മാനസികമായി പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, ഞാൻ ആ ടെൻഷനൊക്കെ പേറി നടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചിട്ടില്ല. ഇവിടെ ഭർത്താവ് അയാളുടെ മാനസിക പിരിമുറുക്കം സ്വയം അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഇതൊക്കെ അയാൾ അനുഭവിക്കുന്നത് ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സഹാനുഭൂതി, ഒരു എമ്പതി ഭർത്താവിനോട് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ മാത്രമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, വളരെ വിലപ്പെട്ടൊരു നിർദ്ദേശമാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം പലപ്പോഴും പല ആളുകളും പറയാറുള്ള ഒരു കാര്യം തന്നെയാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബിസിനസ് നടത്തുന്നത് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ കുടുംബങ്ങൾ പലപ്പോഴും അത് മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ജീവിതത്തിലൊരു പ്രയാസം തൻ്റെ ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തീർച്ചയായും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും ഒരു നല്ലൊരു ഗുഡ് സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് പക്ഷേ സാമ്പത്തികമായിട്ടാവണമെന്നില്ല. നല്ലൊരു വാക്ക് കൊണ്ട് ആശ്വസിപ്പിക്കാം, സാരില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ, അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാവും, തീർച്ചയായും ഈ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളൊക്കെ നമുക്ക് മറികടക്കാനാവും എന്നൊരു വാക്ക് മതിയാവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ടെൻഷനുകൾ റിലീസായി പോകാമെന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ആളുകൾ ചെയ്യാറുള്ളത്, പ്രത്യേകിച്ച് ഭാര്യമാർ ചെയ്യാറുള്ളത്, അവിടെയും അവരെ കുറ്റപ്പെടുത്താനും അവരെ ഇതുപോലെ പരിഹസിക്കാനും, നിങ്ങൾ എന്തിനാണ് ഇത് ആരംഭിച്ചത്, അല്ലെങ്കിലേ അറിയില്ലേ എന്ന രൂപത്തിൽ പരിഹസിക്കാനും ശ്രദ്ധിക്കാറുള്ളത്. പ്രിയപ്പെട്ട ഭാര്യമാരെ, പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തുള്ള ആളുകളുടെ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടത്, തങ്ങളുടെ ഭർത്താക്കന്മാർ നമുക്കെല്ലാവർക്കും വേണ്ടിയാണല്ലോ ഈ അധ്വാനിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും സംസാരങ്ങളെ ഉണ്ടാവൂ എന്ന് നമ്മൾ തീരുമാനിക്കണമെന്നത് വലിയൊരു ഘടകമാണ്. സർ, ഈ ഒരു കാര്യം പലപ്പോഴും പല ആളുകളും പേഴ്സണലി നമ്മളോടൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അല്ലേ. എനിക്കൊരു പിന്തുണയും ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും.
പക്ഷേ എൻ്റെ വീട്ടുകാരൊന്ന് എന്നോട് ആ കാര്യം ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, എൻ്റെ മക്കളൊന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ, അല്ലേ, എന്താണ് നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അനുഭവിക്കുന്നത്, ചോദ്യം എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇതിന് പരിഹാരം യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ, ഈ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തി കുടുംബത്തെ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സംരംഭമാണല്ലോ, ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു സംരംഭകനാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വലിയ സംഖ്യ ക്യാപിറ്റേഷൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ സംഖ്യയിൽ നിന്ന് ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുടുംബത്തിലുള്ള ഭാര്യ, മക്കൾ ഒക്കെ അതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇദ്ദേഹത്തിന് കത്താത്ത ചില ആശയങ്ങൾ, ചില ഐഡിയാസ് ഭാര്യയുടെ ഭാഗത്തുനിന്ന് കിട്ടിയേക്കാം, അല്ലെങ്കിൽ മക്കളുടെ ഭാഗത്തുനിന്ന് കിട്ടിയേക്കാം. ഇനി അത് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും, ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ടെക് സേവി അല്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ അറിയുന്നതിനേക്കാളും മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇന്നത്തെ കുട്ടികൾക്ക് ന്യൂ ജനറേഷന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ അവരുമായി ഷെയർ ചെയ്യുമ്പോൾ, പങ്കുവെക്കുമ്പോൾ നല്ല അഭിപ്രായങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്ന്, ഒരു കുടുംബ ബിസിനസ്സാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇതൊരു വലിയ വിഷയമാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രോപ്പർട്ടി, അല്ലേ. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം അനുഭവിക്കുന്ന ഒരു ഫാമിലി ഇഷ്യൂ, അതിൽ ഒരു ബിസിനസ് ഫാമിലിയാണ്. ആ ബിസിനസ് ഫാമിലിയിലുള്ള മെമ്പേഴ്സ് കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ അവരുടെ ഒരു അംഗത്തിൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് മറ്റുള്ളവരെ കൂടി ബാധിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ, കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് മൊത്തം ആ ഒരു വലിയ ബിസിനസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്കുണ്ടാവുന്ന പ്രശ്നം മറ്റ് കുടുംബാംഗങ്ങളെ കൂടി അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഉത്തരവാദിത്തങ്ങൾ ഡിവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡെലിഗേറ്റ് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഒരാൾ ചെയ്യുന്നതിന് ബദൽ ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവചിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ആശ്വാസം ഉണ്ടാവും. ഇപ്പോൾ കമാൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ നീ ആരാണ് അതിനോട് കമാൻഡ് ചെയ്യാൻ? ഈ ഒരു സംസാരം വരുന്നത് എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെയും പവർ, ഓരോരുത്തരുടെയും അധികാര മേഖല എന്താണ് എന്ന് ആദ്യമേ നിർവചിക്കപ്പെടാത്തത് കൊണ്ടാണ്. അപ്പോൾ പലപ്പോഴും നഷ്ടങ്ങളെയും ഇതുപോലെയുള്ള വിമർശനങ്ങളെയും അതിജീവിക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തരവാദിത്തങ്ങൾ നേരത്തെ തന്നെ കൃത്യമായിട്ട് നമ്മൾ നിർവചിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അത് കുടുംബ ബന്ധത്തെ പോലും അല്ലെങ്കിൽ കുടുംബ ജീവിതത്തെ പോലും കാര്യക്ഷമതയിലേക്ക് കൊണ്ടുപോവുള്ളൂ. ഇപ്പോൾ ഇളച്ചനും മൂത്തച്ഛനും അടങ്ങുന്ന ഒരു സംവിധാനത്തിലാണ് ബിസിനസ് നടക്കുന്നതെങ്കിൽ ഭാര്യൻ്റെ അനിയത്തിയുടെ ഭർത്താവ് ആ ബിസിനസ്സിൽ പങ്കാളിയാണെങ്കിൽ ഇവർ തമ്മിൽ ഇൻറ്റേർണൽ ഡിസ്കഷൻസ് സ്വാഭാവികമായിട്ടും ഉമ്മയുമായിട്ടോ ഉപ്പയുമായിട്ടോ ഒക്കെ നടത്തും. അപ്പോൾ ഈ സംസാരത്തിൽ വരുന്ന മോശപ്പെട്ട കാര്യങ്ങൾ മൊത്തം കുടുംബത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ അല്ലെങ്കിൽ അഖണ്ഡതയെ ബാധിച്ചേക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുടുംബ സംരംഭങ്ങൾ ബിസിനസ്സിലേക്ക് നീങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതും പങ്കുവെക്കുക എന്നുള്ളതും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും ഇത്തരം പ്രശ്നങ്ങളെ ലഘൂകരിക്കാനും ഇല്ലാതാക്കാനും സഹായിക്കും. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആശയവിനിമയമാണ്. ഈ ആശയവിനിമയം ഉള്ളിലുണ്ടായ പോരാ, അത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സന്ദർഭത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പല തെറ്റിദ്ധാരണകളും ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. സാർ, ഇപ്പോൾ നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ പല ബിസിനസ്സുകളും പരാജയപ്പെടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം നടത്തുന്ന ഒരു ബിസിനസ് അവസാനം എവിടെയെങ്കിലും ഒരു ചെറിയ പ്രയാസമോ പ്രതിസന്ധിയോ വരുമ്പോൾ ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോൾ അത് എന്നോട് പറയാൻ നീ ആയോ, അല്ലെങ്കിൽ എന്നോടത് എങ്ങനെയാണ് നീ പറയുക, നീ എങ്ങനെ ഇത്ര രൂപത്തിലെത്തി, ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ കാണുകയും അവസാനം വളരെ ഐക്യത്തോടു കൂടി പോകുന്ന കുടുംബങ്ങൾ പോലും ഈ ഒരു ആരോട് പറയണം എന്നതിൻ്റെ പേരിൽ കലഹിച്ച് പരസ്പരം മിണ്ടാതെ, കല്യാണങ്ങളുണ്ടെങ്കിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അവിടെ നമുക്ക് പറയാനുള്ളത്,
ബിസിനസ് ആണെങ്കിൽ അതിന് കൃത്യമായ കണക്കുകൾ വേണം, കൃത്യമായ ഡ്യൂട്ടികൾ അസൈൻ ചെയ്യണം. ഇന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വം നിൻ്റേത് തന്നെയാണ്, അത് തീർച്ചയായും നീയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അവിടെ എവിടെയെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു പക്ഷേ നിർദ്ദേശങ്ങൾ നൽകേണ്ടത് ഈ അംഗങ്ങളായ ഞങ്ങളെല്ലാവരും ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് അത് ഉൾക്കൊള്ളണമെന്നൊരു ബൈലോ, കറക്റ്റ് ഒരു നിയമവും അതുപോലെ ഡ്യൂട്ടി അസൈൻ ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ കുടുംബങ്ങൾ തമ്മിൽ കലഹിക്കാനുള്ളൊരു അവസരം ഉണ്ടാവില്ല. മാത്രമല്ല ബിസിനസ് രംഗത്ത് ഏറ്റവും ശക്തി ആർജിച്ച് മുന്നോട്ട് പോകാൻ കൂടി അതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കുടുംബവും ബിസിനസ്സും ശരിക്ക് രണ്ട് യൂണിറ്റാണ്, ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യമാണെങ്കിലും ഈ ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും കുടുംബത്തിലേക്ക് വലിച്ചു കൊണ്ടുവരരുത്, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും ബിസിനസ്സിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ പാടില്ല എന്ന് പല ബിസിനസ് ട്രെയിനിങ്ങുകളിൽ കേൾക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടെ എന്തെങ്കിലും ഒരു കമൻറ്റ് പറയുന്നത് നന്നാവും തോന്നുന്നു. അതായത് ബിസിനസ് എന്നുള്ള സംഗതി ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണ്. ഞാനിപ്പോൾ എൻ്റെ മിനിമം എക്സ്പീരിയൻസിൽ നിന്ന് ബിസിനസ് മേഖലയിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. അതിൽ നിന്ന് എനിക്ക് ബോധ്യമായ ഒരു സംഗതി, ഇന്ന് ഒരുപാട് കച്ചവടക്കാർ കച്ചവടത്തിൽ വലിയ പരാജയങ്ങൾ നേരിടുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ യാതൊരു ധാരണയില്ലാതെ, ഇപ്പോൾ ഗൾഫിൽ പ്രവാസിയായി ജീവിച്ച ഒരു വ്യക്തി 20-25 വർഷമൊക്കെ അയാൾ അവിടെ അധ്വാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവസാനം ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു 20 ലക്ഷം 50 ലക്ഷമൊക്കെ ആയിട്ടാണ് അയാൾ വരിക. അപ്പോൾ അദ്ദേഹം ഈ കേരളത്തിൻ്റെ നാട്ടിലെ ജിയോഗ്രഫി മനസ്സിലാവാതെ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാതെ അയാൾ ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാണ്. അവിടുത്തെ അതേ രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് വൻ പരാജയമായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ ഇദ്ദേഹം വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ കൂടെ ഷെയർ ഹോൾഡറായിട്ട് വരുന്ന വ്യക്തി ഇയാളെ പറ്റിക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഒബ്സർവേഷൻ എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്, സർവേ നടത്തുക എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്, ആളുകളുമായിട്ട് നിരന്തരം സമ്പർക്കം നടത്തുക, റിലേഷൻഷിപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഏതൊരു ബിസിനസ്സാണെങ്കിലും ആ ബിസിനസ്സിന് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റി റിലേഷൻഷിപ്പ് മേക്കിംഗ് ആണ്. ഇപ്പോൾ ചില ഹോട്ടലുകളിലൊക്കെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്, ആളുകൾ കയറി വരുന്ന സമയത്ത് കാഷ്യർ പോസ്റ്റുള്ള ചില ആളുകളുണ്ട്, അവരിങ്ങനെ കടന്നൽ കുത്തിയ മാതിരി ആയിരിക്കുക. യഥാർത്ഥത്തിൽ ഒരു ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ് അല്ലേ, ഒരു ഓഫീസിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വളരെ പ്ലസൻ്റായിട്ട് സന്തോഷത്തോടു കൂടി സ്മൈലിംഗ് ഫേസോടു കൂടി ആളുകളെ സ്വീകരിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും, അത് ബിസിനസ് രംഗത്താണെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അത് പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബിസിനസ് എന്നുള്ളത് പവിത്രമായിട്ടുള്ള ഒരു കർമ്മമാണ്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മാന്യമായിട്ട്, അതായത് ഒരാളെ പറ്റിക്കാതെ ഏറ്റവും നല്ല ഹലാലായ രൂപത്തിൽ ഒരാൾ കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്ഥാനം ഷഹീദിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കൂ. ഇവിടെ അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ട്രെൻഡുകൾ അനുസരിച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യസന്ധത എന്നുള്ളത്, വിശ്വസ്തത എന്നുള്ളത്, വാക്ക് മാറ്റാതിരിക്കുക എന്നുള്ളത്, ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് നമ്മൾ എക്സൽ ചെയ്യണമെങ്കിൽ, മികവ് പുലർത്തണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം അനിവാര്യമാണ്. അള്ളാഹിൻ്റെ സഹായവും ബർക്കത്തും ആർക്കാണ് ഉണ്ടാവുക? സത്യസന്ധത പുലർത്തുന്ന ആളുകൾക്കാണ്. ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാനദണ്ഡം വളരെ പെട്ടെന്ന് ലാഭം കൊയ്യണം, പെട്ടെന്ന് ബിസിനസ് ഗ്രോത്തിലേക്ക് വരണം. ആർക്കും നേരല്ല. ഇവിടെ ഈ രൂപത്തിൽ പിടിച്ചു പറിക്കുന്ന രൂപത്തിൽ ബിസിനസ് നടത്തുമ്പോൾ കുടുംബജീവിതം കലഹത്തിലേക്ക് പോകുമെന്നുള്ളതിന് എന്താണ് തർക്കം? അപ്പോൾ ഒന്നിൻ്റെ റിസൾട്ടാണ് മറ്റ് കാര്യങ്ങൾ അവതാളത്തിലാവുന്നത്. അപ്പോൾ ബിസിനസ്സുകാരൻ്റെ കുടുംബജീവിതം മെച്ചപ്പെടുത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമയനിഷ്ഠ, സമയക്രമീകരണം അല്ലേ. എത്ര ബിസിനസ്സുകാർക്ക് അവരുടെ സമയം കൃത്യമായി മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെങ്കിൽ കുടുംബം വേറെ ആരുടെങ്കിലും കൂടെ പോവും അല്ലേ. ഇന്ന് ബിസിനസ്സുകാരുടെ ഭാര്യമാർ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന കാഴ്ചകൾ കേൾക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? ബിസിനസ്സുകാരന് 24 മണിക്കൂറും ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുമ്പോൾ
അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അയാളെ കിട്ടുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അവളുടെ വ്യക്തിപരമായിട്ടുള്ള നൊമ്പരങ്ങൾ, വിഷമങ്ങൾ, സന്തോഷങ്ങൾ ഇത് പങ്കുവെക്കാനുള്ള പങ്കാളി വീട്ടിലില്ല. ചിലപ്പോൾ അയാൾ ബിസിനസ് ടൂറിലായിരിക്കും. ബിസിനസ് ടൂറിലാവുന്ന സമയത്ത് അയാൾക്ക് അയാളുടെ വൈകാരികത പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം. ഇത്തരം കാര്യങ്ങൾ ഭാര്യമാർ ഭർത്താക്കന്മാരിൽ നിന്ന് അവരുടെ ഫോണിൽ നിന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഉള്ളിൽ അത് സൂക്ഷിച്ചുകൊണ്ടായിരിക്കും അവർ ഇവരോട് പെരുമാറുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് സത്യസന്ധത എന്നുള്ളത് ജീവിതത്തിൽ മുഴുക്കെ നമ്മൾ പാലിക്കേണ്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ അവിടെ ഒരു അഖണ്ഡതയും യോജിപ്പും സ്നേഹവും ഐക്യമൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാം പരസ്പരം പൂരിതമാണ്, ബന്ധിതമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഒരു കാര്യം ഇനി ആവർത്തിക്കുന്നില്ല. സൂറത്തുൽ മുത്തഫിഫീൻ നമുക്കറിയാം അല്ലേ? വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ മുത്തഫിഫീൻ്റെ ആദ്യത്തെ 2-3 വചനങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ബിസിനസ് രംഗത്തുള്ള സത്യസന്ധതയെക്കുറിച്ച് എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അവിടെ ഏത് ബിസിനസ് ആണെങ്കിലും ഹലാലായ ഒരു ബിസിനസ്സേ ഞാൻ ചെയ്യൂ, എനിക്ക് അനുവദിക്കപ്പെട്ട ബിസിനസ്സേ ഞാൻ ചെയ്യൂ, എൻ്റെ ദീൻ നിരോധിച്ച ഒരു മേഖലയിലും ഞാൻ ബിസിനസ് മാത്രമല്ല എൻ്റെ ജീവിതത്തിലും ഇടപഴകുകയില്ല എന്നൊരു ഉറച്ച തീരുമാനമായിട്ടാവണം നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് പോവേണ്ടത്. പല രൂപത്തിലും കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള കാരണം ആ ഒരു രേഖയിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറുമ്പോഴാണ്. പലപ്പോഴും സഹദ് സർ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ബിസിനസ് മീറ്റുകളും അല്ലെങ്കിൽ അതുപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആഴ്ചകളും മാസങ്ങളും കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കുന്നു. അതുപോലെ തന്നെ പല അരുതായ്മകളും അവിടെ നടന്നു വരുന്നു, ഭാര്യമാർ അറിയുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാഴ്ചകൾ അവർ കാണുന്നു. സ്വാഭാവികമായിട്ടും ഒരു സംശയത്തോടു കൂടിയുള്ള ദൃഷ്ടിയാണ് പിന്നീട് അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അത് പരാജയത്തിലേക്കാണ് എത്തിക്കുക. കുടുംബജീവിതം പരാജയപ്പെടും, നമ്മുടെ ബിസിനസ് രംഗത്ത് പരാജയപ്പെടും. അതുകൊണ്ട് സത്യസന്ധത മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണമെന്ന് സ്നേഹക്കൂട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ സർ ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയമാണ് സെൽഫ് ഗ്രോത്ത് അല്ലേ? നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് ഗ്രോത്ത്, ഹെൽത്ത് കെയർ അല്ലേ? ബിസിനസ്സുകാരിൽ ഒരിക്കലും ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ദീർഘകാലം സൗദി അറേബ്യയിൽ ഹാർഡ്വെയർ ബിസിനസ് നടത്തിയ ആ സഹോദരൻ കൗൺസിലിങ്ങിനെത്തിയത് ബിസിനസ്സിൽ പാപ്പരായിക്കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം അയവിറക്കിയിട്ടുള്ളൊരു കാര്യം, വളരെ തിരക്ക് പിടിച്ചൊരു ബിസിനസ്സുകാരനായിരുന്നു ഞാൻ. അന്ന് നമസ്കാരത്തിന് പോലും പോകാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, മൂത്രമൊഴിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വിഷയം ഇതാണ്: മൂത്രമൊഴിക്കാൻ വേണ്ടി ആ തിരക്കിനിടയിൽ പെപ്സിയുടെ ബോട്ടിലെടുത്തിട്ട് ഞാൻ മൂത്രമൊഴിക്കും, കാരണം ബിസിനസ് നഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി, അള്ളാഹു ബർക്കത്ത് തരണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്? നിസ്കാരം ആ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? ബാങ്ക് കൊടുക്കുന്നതിന് ഇജാബത്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഷട്ടറിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്, അതെനിക്ക് നഷ്ടപ്പെടൂലെന്നാ. അള്ളാഹുവിൽ കാര്യങ്ങൾ പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വിശ്വസിക്കേണ്ടത് എന്താണ്? ഈ സമയത്ത് ബിസിനസ് നടന്നിട്ടില്ലെങ്കിലും മറ്റ് സമയങ്ങളിൽ ഇതിനേക്കാളും നല്ല ബിസിനസ് നടത്തിത്തരാൻ, ലാഭം ഉണ്ടാക്കിത്തരാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല. ഈ ഒരു ഉറച്ച വിശ്വാസം ബിസിനസ്സുകാരനുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യുക? ആ സമയത്ത് ഷട്ടർ താഴ്ത്തിക്കൊണ്ട് നിസ്കരിക്കാൻ പോകും. ഇതാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും നമസ്കാരം സത്യസന്ധതയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ആരാധനകളിലുള്ള കൃത്യനിഷ്ഠത എന്ന് പറയുന്നത്. ആ ആരാധനകളിലുള്ള കൃത്യനിഷ്ഠതയൊക്കെ നമ്മൾ ബിസിനസ്സിൻ്റെ പേര് പറഞ്ഞ് മാറ്റി വെക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഈ ലോകത്ത് വെച്ച് തന്നെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ ഇവിടെ നമുക്കതിൻ്റെ ഒരു പ്രയാസങ്ങളൊന്നും അള്ളാഹു ഒരു പരീക്ഷണമായിട്ട് നൽകിയിട്ടില്ലെങ്കിലും വലിയ ഒരു ശിക്ഷ പരലോകത്ത് വെച്ച് നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് രംഗത്തായാലും ഏത് രംഗത്തായിരുന്നാലും കൃത്യമായ നമസ്കാര കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പുലർത്തിപ്പോന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഹൈറും ബർക്കത്തും അതുപോലെ തന്നെ കുടുംബത്തിൽ അതിൻ്റെ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കുക. സർ, സാധാരണ പറയാറുണ്ടല്ലേ, ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അയാളുടെ മക്കൾക്ക് ഹലാലായത് സമ്പാദിച്ച് കൊടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തുള്ള ആളുകൾ ആ മേഖലയിൽ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതില്ലേ? ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം ഹലാലും ഹറാമും ബൈഫർക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
അവിടെയാണ് ഇന്ന് വലിയ തകരാറ് സംഭവിച്ചത്. ചില ആളുകൾ ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ നുര വാരി പിടിച്ച പോലെയാണ്. അതിനുള്ള ബേസിക് റീസൺ എന്താണ്? അയാളുടെ ബിസിനസ്സിൽ ഹലാലും ഹറാമും മിക്സഡ് ആവുന്നുണ്ട്. മറ്റൊന്ന്, അയാളുടെ സമ്പത്തിനെ പ്യൂരിഫൈ ചെയ്യുന്ന, ശുദ്ധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സക്കാത്ത്. അത് അയാൾ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. കുറേ ആളുകൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞാൻ അവരോട്, അവർ കുടുംബ പ്രശ്നങ്ങളുമായിട്ടാണ് വരിക. ആ കുടുംബ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ അവരിൽ നിന്ന് എനിക്ക് എലിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലൊന്ന്, പലിശക്ക് പൈസ കടം വാങ്ങുന്നു, പലിശയിലാണ് കച്ചവടം നടക്കുന്നത്. രണ്ടാമത്തത്, ഒരു വർഷം കണക്ക് കൂട്ടി കൃത്യമായിട്ട് അവർ സക്കാത്ത് കൊടുക്കുന്നില്ല. ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അതൊരു കമ്മട്ട കണക്കാണ്. യഥാർത്ഥത്തിൽ ബിസിനസ്സിൽ ഏർപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം, എല്ലാറ്റിലും ഏർപ്പെട്ട ആളുകളും അവർക്ക് കിട്ടുന്ന വരുമാനത്തിന് കൃത്യമായിട്ട് അതിൻ്റെ കണക്കനുസരിച്ചുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം ദാറ്റ് ഈസ് പ്യൂരിഫൈയിങ് അവർ ക്യാപിറ്റൽ, അല്ലേ? നമ്മുടെ സമ്പാദ്യത്തെ പ്യൂരിഫൈ ചെയ്യാനാണ്, ശുദ്ധീകരിക്കാനാണ് സക്കാത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത്. അപ്പോൾ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവണമെങ്കിൽ അത് ഇൻ്റർ കണക്റ്റഡാണ്. അതായത് ഇയാളുടെ സമ്പാദ്യം ഹലാലാവണം. രണ്ടാമത്തത്, അയാൾ സക്കാത്ത് കൊടുക്കണം. അതുപോലെ അയാൾ കൃത്യമായിട്ട് 5 നേരം നിസ്കരിക്കണം, അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇത്തരം വിഷയങ്ങളിലൊക്കെ അയാൾ ഉദാസീനത പ്രകടിപ്പിക്കുന്നു, അല്ലേ? അള്ളാഹുവോട് പ്രാർത്ഥിക്കാത്ത ആളുടെ കാര്യം എന്താണ്? നിന്ദ്യരായിക്കൊണ്ട് അവർ നരകത്തിൽ പ്രവേശിക്കുന്നതാണെന്ന് ഖുർആനിൻ്റെ കൃത്യമായിട്ടുള്ള ആയത്താണ്. അപ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ അഹങ്കരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടായിട്ടും പ്രാർത്ഥിക്കുന്നില്ല. എന്നാൽ ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? പ്രയാസം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കൽപ്പിക്കുന്ന കാര്യം, പ്രയാസമുള്ള ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ സന്തോഷമുള്ള ഘട്ടത്തിലും ഐശ്വര്യമുള്ള ഘട്ടത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നന്ദി കാണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ്സുകാർ ഇപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു സംസാരം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബിസിനസ് വളരെ മോശമാണ്. എല്ലാവരും ഐക്യകണ്ഠേന പറയുന്ന കാര്യമാണ് ബിസിനസ് മോശമാണ്. ബിസിനസ് ഫ്ലവർ ചെയ്ത അല്ലെങ്കിൽ ബ്ലൂം ചെയ്ത ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. അന്ന് ബിസിനസ് സ്മാർട്ടായിരുന്നു, ഉഷാറായിരുന്നു, നല്ല ലാഭം ഉണ്ടായിരുന്നു എന്ന് ആളുകളോട് അവർ പറഞ്ഞിട്ടില്ല. ഇതൊരു വലിയ തെറ്റല്ലേ? അതായത് നമുക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി നൽകുമ്പോൾ ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, ആ ആയത്തിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അവിടെ നമ്മൾ നന്ദി കാണിക്കണം, അത് എടുത്തു പറയണം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ് ഐശ്വര്യം നമ്മൾ പറയുക എന്നുള്ളത്. അത് പല ബിസിനസ്സുകാരും ആ കാര്യത്തിൽ പിശുക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം അവർ പ്രയാസങ്ങൾ സഹിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രയാസം സഹിക്കാനുള്ള ഒരു കാരണം അവരുടെ സമ്പന്നതയുടെ ഐശ്വര്യത്തിൻ്റെ നാളുകളിൽ അള്ളാഹുവെ ഓർക്കുന്നതിലും നന്ദി കാണിക്കുന്നതിലും അവർ പിശുക്ക് കാണിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ബിസിനസ്സുകാരുടെ കുടുംബജീവിതം ഭദ്രമാവണമെങ്കിലും ഐശ്വര്യപൂർണ്ണമാവണമെങ്കിലും 2 കാര്യങ്ങൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, അവർ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം എന്നുള്ളതാണ്, ശുക്ർ കാണിക്കണം എന്നുള്ളതാണ്. ആരോട്? അള്ളാഹിനോട് നിരന്തരം ശുക്രിൻ്റെ വചനങ്ങൾ പറയണം, നമസ്കാരം വർദ്ധിപ്പിക്കണം, പ്രാർത്ഥന വർദ്ധിപ്പിക്കണം, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹു വർഷിപ്പിക്കും. 2, ഫോർഗീവ്നെസ്. തീർച്ചയായും ബിസിനസ്സുകാർക്ക് മാത്രമല്ല അല്ലാത്തവർക്കൊക്കെ ഫോളോ ചെയ്യേണ്ട, നമ്മളൊക്കെ നിർവഹിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്കൊരു അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിന് അൽഹംദുലില്ലാഹ് എന്ന മനസ്സറിഞ്ഞ ഒരു ശുക്ർ അത് നൽകാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറയാൻ നമുക്ക് സാധിക്കും. ഇന്ന കാര്യങ്ങളൊക്കെ അള്ളാഹ് എനിക്ക് നൽകിയിട്ടുണ്ട്. പലപ്പോഴും മലയാളികളായ കേരളക്കാരായ നമ്മളെക്കുറിച്ച് പറയാനുള്ളത്, ഏതൊരു നല്ല കാര്യം ലഭിച്ചാലും നമ്മളൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒരു കുഴമ്പൻ നയമാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് നമ്മൾ പ്രതികരിക്കാറുള്ളത്. നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ പോലും എങ്ങനെ ഉണ്ട് ഭക്ഷണം എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നാണ്. നന്നായിട്ടുണ്ട്, ജസാക്കല്ലാ ഖൈറൻ, അൽഹംദുലില്ലാഹ്, ഇതുപോലൊരു ഭക്ഷണം കഴിച്ചതിന് പലപ്പോഴും നമ്മൾ പറയാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബിസിനസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ലൊരു സുവർണ്ണ കാലഘട്ടം അള്ളാഹു നമുക്ക് തന്നതിന്, നൽകിയതിന് അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആരാധനാ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠത പാലിക്കുന്നതോടൊപ്പം തന്നെ പരമാവധി അതിൽ സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി നമുക്ക് പറയാമെന്ന് തോന്നുന്നുണ്ട്. ബാക്കി നമുക്ക് ചാരിറ്റി എന്നുള്ളത് അല്ലേ? ഇപ്പോൾ ചില പീഡിയക്കാരൊക്കെ നമ്മളിങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാവപ്പെട്ട ആളുകൾ എന്തെങ്കിലും സഹായം ചോദിച്ച് വരും.
അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ കൽപ്പന എന്താണ്? ചോദിച്ച് വരുന്ന ആളുകളെ നിങ്ങൾ വെറുതെ വിടരുത്. കയ്യിൽ പണമില്ല, ചിലപ്പോൾ പണം ഉണ്ടാവില്ല, കാരണം അവിടെ ഒരു കച്ചവടം നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ രാവിലെ തന്നെ ഒരാൾ കയറി വരികയാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു, നിങ്ങൾ നല്ല വാക്ക് പറയുക, അല്ലെങ്കിൽ പുഞ്ചിരിക്കുക, അല്ലേ? ഖൗലും മഅറൂഫ് എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. അപ്പോൾ ആളുകളെ ഒരിക്കലും നമ്മൾ പിണക്കി വിടാൻ പാടില്ല. അവരോട് നല്ലത് സംസാരിക്കുക, ഒരിക്കലും നമ്മുടെ പായാരം പറയരുത്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം റിച്ച്നെസ് എന്നുള്ളത്, സമ്പന്നത, ഐശ്വര്യം എന്നുള്ളത് നമ്മുടെ തിങ്കിങ് ആ ലെവലിലാവണം, അല്ലേ? എപ്പോഴും നമ്മളിങ്ങനെ പായാരം പറഞ്ഞാൽ അള്ളാഹ് അതാക്കി മാറ്റും. പല സ്ത്രീകളും ശ്രദ്ധിക്കാതെ പോണ കാര്യമാണ്. ഭർത്താവിൻ്റെ കുറ്റങ്ങളും ദോഷങ്ങളും ഇങ്ങനെ പറയാം, പിന്നെ അതന്നെ ആയിരിക്കും ജീവിതം. എന്നാൽ ആ ഭർത്താവിന് ഒരുപാട് ഹൈറുകളുണ്ടാവും, നന്മകളുണ്ടാവും. അതാണ് പറയേണ്ടത്, അതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഭാര്യ ഭർത്താവിനെ മറ്റാളുകളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഈ കമ്പാരിസൺ ഒഴിവാക്കണം. അവളുടെ ഭർത്താവ് അവളുടെ ഭർത്താവാണ്, അത് യുണീക്കാണ്, അതുല്യമാണ്. ആ ഭർത്താവിന് വേറൊരാളാവാൻ പറ്റില്ല. അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കുറേ പൊട്ടൻഷ്യൽസ് ഉണ്ട്, കഴിവുണ്ട്, കുറേ ന്യൂനതകളുണ്ട്. ആ ന്യൂനതകൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക എന്നുള്ളതല്ലാതെ അയാളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് എന്ത് കിട്ടും? ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതം, അത് ബിസിനസ്സുകാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അള്ളാഹു ആണ് നമുക്കിത് തന്നത്. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ സമയം പരീക്ഷണമാണ്, ആരോഗ്യം പരീക്ഷണമാണ്, എല്ലാം പരീക്ഷണമാണ്. ഏത് സമയത്തും നമ്മൾ എല്ലാം പിൻവലിക്കപ്പെടാം, അല്ലേ? കഴിഞ്ഞ ദിവസം ദീർഘകാലം നമ്മുടെ ഒക്കെ കൂടെ ജീവിച്ച സെയ്ദ് അലി സാഹിബ് മരണപ്പെട്ടു. ECGCയുടെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഞാനുമായിട്ട് വളരെ ആത്മബന്ധം പുലർത്തിയ ഒരു നല്ല വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണവീട്ടിൽ ചെന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം എന്താണ്? ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾ നല്ലത് പറയുന്നുണ്ടെങ്കിൽ അതവിടെ രേഖപ്പെടുത്തപ്പെടും. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലതാണോ പറയുന്നത്, ചീത്തയാണോ പറയുന്നത്? ഓരോ ബിസിനസ്സുകാരനും ചിന്തിക്കണം. ഈ ചിന്ത നമ്മിൽ മാറ്റങ്ങളുണ്ടാക്കും. അതാണ് എനിക്ക് അവസാനം പറയാനുള്ള പോയിന്റ്. അൽഹംദുലില്ലാ, നല്ലൊരു മാർഗ്ഗനിർദ്ദേശമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, ആ ബിസിനസ് രംഗത്തുള്ള ആളുകളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു തുടർച്ച അത്യാവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ ചോദ്യമായി നിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും മറ്റൊരു സമയത്ത് ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് തുടരാം. ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനനായ സഹസറിനെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ പീസ് റേഡിയോ ഉണ്ടാവണം, സ്നേഹക്കൂടുണ്ടാവും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.